നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഷാജി കോടൻകണ്ടത്താണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. കരാർ കമ്പനിയുടെ അപ്പീൽ മുന്നിൽ കണ്ടാണ് നീക്കം. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകിയാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്നാണ് ഹർജിയിലെ ആവശ്യം. അഭിഭാഷകൻ മുഹമ്മദ് സാദിഖ് മുഖാന്തരമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് പാലിക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാതെ ടോൾ പിരിവ് നടത്തരുത് എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. 3 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് NHAI അറിയിച്ചിരിക്കുന്നത്. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് തകർന്ന സംഭവത്തിൽ അഴിമതിയാണെന്നാരോപിച്ചും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ഷാഫി കല്ലുപറമ്പിൽ, CH സാദത്ത്, ലിൻഡു പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, AB പ്രിൻസ്, നൈജോ ആൻഡോ, ലിനു മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. നമ്പർ 1 അല്ല എന്ന് മാത്രമല്ല, നമ്പർ 0 സർക്കാരായി അധപതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം ഇവിടെ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. ഒരു സ്കൂളിൽ, LP സ്കൂളിൽ, പാവപ്പെട്ട ഏറ്റവും പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളിൽ, ആ LP സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണു എന്ന് പറയുമ്പോൾ അത് സീലിംഗ് മാത്രമല്ല എന്ന് വളരെ ഇതുപോലെ തന്നെ തകർന്നു വീണത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചെമ്പുച്ചിറ ഹൈസ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണത്. അതിന് അല്പനാളുകൾക്ക് മുൻപാണ് നമ്മുടെ പഞ്ചായത്തിനെയും വരന്തരപ്പള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി പാലവും അതിന് റോഡും തകർന്നു പോയത്. ഇങ്ങനെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച കൊടുങ്ങല്ലൂരിൽ വിസ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുള്ള സായയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. സായ കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ K സാലിം, കശ്യപൻ, ഷാബു, ASI-മാരായ രാജീവ്, അസ്മ B എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോടാലി സ്കൂളിൽ റൂഫ് വീണ സംഭവത്തിൽ കോസ്റ്റ് ഫോർഡിനോട് റിപ്പോർട്ട് തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. സമാന്തര പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 54 ലക്ഷം രൂപയ്ക്ക് കോസ്റ്റ് ഫോർഡാണ് ബിൽഡിംഗ് നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അപാകത ഉണ്ടായോ എന്നറിയാൻ 2 വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള സമിതിയെ കോസ്റ്റ് ഫോർഡ് പരിശോധനയ്ക്ക് നിയോഗിച്ചു. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഉൾപ്പെടെ സംഘമാണ് പരിശോധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുക. തകർന്നു വീണ റൂഫ് നിർമ്മിച്ചത് കോസ്റ്റ് ഫോർഡ് നേരിട്ടല്ല. കോടാലിയിലുള്ള പ്രാദേശിക പണിക്കാരന് സബ് കോൺട്രാക്ട് നൽകുകയായിരുന്നു. കോടാലി സ്വദേശിക്ക് നൽകിയത് ലേബർ കോൺട്രാക്ട് ആണ്. ജിപ്സം ബോർഡ് കോസ്റ്റ് ഫോർഡ് വാങ്ങി നൽകുകയാണ് ചെയ്തത്. വീട്ടുടമ ആവശ്യപ്പെടാതെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ച് കിട്ടാൻ അധികൃതർക്ക് മുന്നിൽ കയറിയിറങ്ങിയത് 1 വർഷത്തോളം. ഒടുവിൽ ഇവർക്ക് നീതി കിട്ടാൻ ഉപഭോക്തൃ കോടതിയുടെ ഇടപെടലും വേണ്ടിവന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് വാർഡ് 10 വരാക്കരയിൽ മുൻ പഞ്ചായത്ത് അംഗമായ ദീപക് വല്ലച്ചിറക്കാരനാണ്
ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നീതി നേടിയെടുത്തത്. 2022 ഇവർ ആവശ്യപ്പെടാതെ തന്നെ അമ്മ മേരിയുടെ പേരിൽ ഇവരുടെ വീട്ടുമുറ്റത്ത് വാട്ടർ കണക്ഷൻ സ്ഥാപിച്ചത്. ജലസമൃദ്ധമായ 2 കിണറുകൾ ഉള്ള വീട്ടുപറമ്പിൽ വാട്ടർ കണക്ഷൻ വേണ്ടെന്ന് ഇവർ അറിയിക്കുകയും പലതവണ കണക്ഷൻ വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഉപയോഗിക്കാത്ത വെള്ളത്തിന് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട് വാട്ടർ ബിൽ എത്തിയതോടെ ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി നൽകി. സാങ്കേതിക പ്രശ്നമാണെന്നും ബിൽ തുക അടയ്ക്കേണ്ട എന്നുമായിരുന്നു മറുപടി. എന്നാൽ പിന്നീട് പലതവണ വാട്ടർ ബിൽ വീട്ടിലെത്തുകയും 2000-ലേറെ രൂപ കുടിശ്ശികയായി എന്ന് കാട്ടി ചാലക്കുടി സബ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് നോട്ടീസും ലഭിച്ചു. ഇതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഒന്നുമായില്ലെന്ന് മാത്രമല്ല, ബിൽ കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്ന് കാട്ടി കത്ത് ലഭിക്കുകയുമാണ് ഉണ്ടായത്. ഇതോടെയാണ് ഇവർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി നൽകിയത്. ഇതിൻ്റെ പേരിൽ ഒരു വർഷത്തോളമായി ഞാൻ ഇതിൻ്റെ പുറകിൽ ഈ ഒരു കണക്ഷൻ ഇടാത്തൊരു കണക്ഷൻ, ആവശ്യപ്പെടാത്തൊരു കണക്ഷൻ ചോദിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാത്ത വെള്ളത്തിന് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് നിരന്തരമായ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് കേസുമായിട്ട് വേറെ വീണ്ടും പരാതിയായിട്ട് പോയാലാണ് എനിക്ക് നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പോകാനായിട്ടും നമുക്ക് നേരില്ല. ഞാനൊരു ചുമട്ട് തൊഴിലാളിയാണ്. എനിക്ക് അതിന് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി തൽക്കാലം ഇങ്ങനെ പോകുന്നേക്കാണ്. ഇനി എന്തെങ്കിലും നടപടികൾ ഇവർ ഇത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഇതുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ ബന്ധപ്പെടാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അതിന് തൽക്കാലം ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്തേക്കാണ്. പരാതി ബോധ്യപ്പെട്ട താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക ബിൽ അടയ്ക്കേണ്ടതില്ലെന്നും വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതായും കാട്ടി ചാലക്കുടി സബ് ഡിവിഷൻ ഓഫീസിൽ നിന്നും കത്ത് ലഭിച്ചിരിക്കുന്നത്. വീട്ടുടമ ആവശ്യപ്പെടാതെ തന്നെ വീട്ടുപറമ്പിലേക്ക് വാട്ടർ കണക്ഷൻ നൽകുക, ഉപയോഗിക്കാത്ത വെള്ളത്തിന് വാട്ടർ ചാർജ് ആവശ്യപ്പെട്ട് നിരന്തരം ബില്ലയക്കുക, ഒടുവിൽ കണക്ഷൻ വിച്ഛേദിച്ചു കിട്ടാൻ ഒരു വർഷത്തോളം ആ വീട്ടുടമയ്ക്ക് അധികൃതരുടെ മുന്നിൽ കയറി ഇറങ്ങേണ്ടി വരിക. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്ന് ആരും ചോദിച്ചു പോകും. അധികൃതരുടെ ഇത്തരം അനാസ്ഥകൾ ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ സ്വദേശിയായ വയോധികനെ പുതുക്കാട് നിന്നും കാണാതായി. കണ്ണമ്പുഴ വീട്ടിൽ KV തോമസിനെയാണ് ജൂലൈ 31 മുതൽ കാണാതായത്. കാണാതാകുമ്പോൾ ബ്രൗൺ ലൈനുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു വേഷം. സ്നേഹപുരം പൊന്തോക്കൻ ഷാജുവിൻ്റെ ഭാര്യാപിതാവാണ്. വിവരം ലഭിക്കുന്നവർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. നമ്പർ 9539543831. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9360 രൂപയും പവന് 74,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.